ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. നമുക്കൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. മാളു എന്ന് പറഞ്ഞ ഒരു കുട്ടി നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്നൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് 30 സെൻറ്റിമീറ്റർ ലെങ്ത്തും 25 സെൻറ്റിമീറ്റർ വിഡ്ത്തും ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡാണ് കേട്ടോ. സൈസൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇന്ന സൈസ് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഗ്രീൻ കളർ കാർഡ്ബോർഡ് ആയതുകൊണ്ട് ഞാനിതിന് ഒരു ബേസ് കളർ വൈറ്റ് പെയിൻറ്റ് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, വൈറ്റ് കളർ പെയിൻറ്റ് കൊടുത്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. നോർമൽ കാർഡ്ബോർഡ് ആണെങ്കിൽ ഇതുപോലെ വൈറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് കളർ മിക്സിങ് ചെയ്യാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ കൊടുക്കുന്നത് ഓറഞ്ച് കളറാണ്. അപ്പോൾ ഈ ഓറഞ്ച് കളർ ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളുണ്ടല്ലോ, എവിടെയൊക്കെയാണ് കൊടുക്കുന്നത്, കോർണേഴ്സിൽ കൊടുക്കുന്നില്ല കേട്ടോ. എല്ലാ കോർണറിലും കുറച്ച് കോർണറിൽ അപ്പോൾ ഇതേപോലെ കഴിഞ്ഞിട്ട് പർപ്പിൾ ആൻഡ് മജന്ത കളർ കൊടുത്തിട്ട് ഈ കോർണറും അതുപോലെ തന്നെ ഈ താഴത്തെ ഭാഗം ഓപ്പോസിറ്റ് സൈഡിലുള്ള കോർണറും അതുപോലെ സെൻറ്ററിലും കൊടുത്തിട്ട് ഇതിനെ ഇതോട് മേർജ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ആദ്യം കൊടുത്ത ഓറഞ്ച് കളർ ഉണ്ടല്ലോ, അതിലോട്ട് നമ്മളൊന്ന് മേർജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു മിക്സിങ് കളറായിട്ട് വരാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ബേസ് കളർ ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാം കേട്ടോ. ഇതേപോലെ 2 കളേഴ്സ് വെച്ചിട്ടൊന്ന് മേർജ് ചെയ്താൽ മതി. അപ്പോൾ സെൻറ്ററിലോട്ട് നമ്മൾ മേർജ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഒരു നല്ല ടെക്സ്ചർ കിട്ടാനായിട്ട് ഇതേപോലെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ സെൻറ്ററിലോട്ട് മേർജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു മജന്ത കളർ അങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ ആവശ്യം എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ചൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബേസ് കളർ ഇതേപോലെയാണ് കൊടുത്തത്. ഇനി നമ്മളിതാ ഒരു സെൻറ്ററിലോട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു. പിന്നെ ഇങ്ങനെ ഒരു പ്ലസ് സൈനാണ് വരച്ചത്. ഇനി നമ്മൾ കോർണർ ടു കോർണർ വരയ്ക്കുകയാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ പ്ലസ് സൈൻ വരച്ചു, പ്ലസ് പോലെ വരച്ചു, പിന്നെ നമ്മൾ കോർണർ ടു കോർണർ വരച്ചു. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ ലൈൻസ് വരച്ചെടുക്കേണ്ടത്. ഓക്കെ, ഇനി ലൈൻ വരച്ചതിന് ശേഷം ഒരു കോമ്പസും പെൻസിലും എടുത്തിട്ട് സർക്കിൾസ് വരയ്ക്കുകയാണ്. അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാർക്ക് ചെയ്ത് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുക, അതിനേക്കാളും കുറച്ചുകൂടെ വലുതായിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക, വീണ്ടും നമ്മൾ അതിനേക്കാളും വലുതായിട്ടൊരു സർക്കിൾ വരയ്ക്കുക, അങ്ങനെ വരയ്ക്കുക കേട്ടോ. അപ്പോൾ സർക്കിളിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒന്നും അറിയില്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ലൈൻമേ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് വെക്കുക, എന്നിട്ടത് സർക്കിളാക്കി വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ കോമ്പസ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊരു ജോമെട്രിക് ഫ്ലവർ ബെഡാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കോമ്പസ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കോമ്പസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ബോട്ടിലിൻ്റെ ക്യാപ്പ് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു എൻഡ് ഭാഗം വരുമ്പോഴും വിടരുത്, നമ്മൾ അത് ഭാഗവും നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതേപോലെയാണ് നമ്മൾ സർക്കിൾസ് വരച്ചെടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഏറ്റവും ഉള്ളിലുള്ള സർക്കിളിനെ നമ്മളിതാ ഒരു മാർക്കർ ഉപയോഗിച്ചിട്ടാണ്, പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ചിട്ട് അതിനെ സർക്കിൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പെർമനൻറ്റ് മാർക്കർ ഇല്ലെങ്കിൽ സ്കെച്ച് പെൻ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റ് യൂസ് ചെയ്യാം. ഇനി നമ്മളിവിടെ ലൈൻസ് വരച്ചതിനെ അടുത്ത സർക്കിളുമായിട്ട് ജോയിൻ ചെയ്യാം. കണ്ടോ, ഇതേപോലെ ലൈനുകൾ ഉണ്ടാവും. ആ 2 ലൈനിൽ നിന്ന് സർക്കിളിലോട്ട് സെൻറ്ററിലോട്ട് ജോയിൻ ചെയ്ത് ഇതേപോലെ ഒരു ഫ്ലവർ ഷേപ്പ് നമ്മൾ വരച്ചെടുക്കാം. ഓക്കെ, കണ്ടോ, ഇപ്പോൾ ഇതേപോലെയാണ് ഇരിക്കുക. ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവൂലേ. നമ്മൾ ആദ്യം വരച്ചില്ലേ ലൈൻസ്, സെൻറ്ററിലോട്ട് പ്ലസ് സൈൻ പോലെയും അത് കോർണർ ടു കോർണർ പോലെയും ലൈൻ വരച്ചിട്ട് പിന്നെ നമ്മൾ സർക്കിൾ വരച്ചില്ലേ. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഓരോ ലൈൻസും കണ്ടോ, ആ ലൈനിൻ്റെ ഉള്ളിലൂടെ തുടങ്ങിയിട്ട് ആദ്യത്തെ സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ കണക്ട് ചെയ്ത് അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അതേപോലെ തന്നെ ഇനി നമ്മൾ അടുത്ത സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഈ ആദ്യം വരച്ച ഫ്ലവറിൻ്റെ എൻഡും രണ്ടാമത്തെ ഫ്ലവറിൻ്റെ എൻഡും കൂടെ ഇതേപോലെ ജോയിൻ ചെയ്യുക. കണ്ടോ, ഓരോന്നിൻ്റെയും എൻഡ് പോർഷൻസ് 2 ഫ്ലവറുകളുടെ എൻഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് സർക്കിളിൻ്റെ സെൻറ്ററിലോട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും നമ്മൾ ഇതേപോലെ സ്കെയിൽ വെച്ച് സെൻറ്റർ നമുക്കിവിടെ മാർക്ക് ചെയ്യാം, കൺഫ്യൂഷൻ ആണെങ്കിൽ എല്ലാ ഇതിനും. എന്നിട്ട് ആ ലാസ്റ്റ് വരച്ച ആ ഫ്ലവറിൻ്റെ എൻഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. കണ്ടോ, സർക്കിൾ ഞാനിപ്പോൾ സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ആ സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് മാർക്ക് ചെയ്യാം. എല്ലാതും സർക്കിൾ മേലാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ വരയ്ക്കുന്ന സർക്കിൾസ് ഒരുപാട് വിസിബിൾ ആവാൻ പാടില്ല. നമുക്കത് ജസ്റ്റ് ഒരു ലൈൻ, മാർക്കിംഗ് ലൈൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് അത്ര വിസിബിളാക്കി ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഞാനപ്പോൾ പ്ലെയിൻ പേപ്പറിൽ പെട്ടെന്നായിട്ട് ചെയ്ത ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണെന്ന് ലൈൻസ് കറക്റ്റായിട്ട്. അപ്പോൾ ഇതിലത്ര വിസിബിളായിട്ട് ചെയ്ത് നമുക്ക് റബ്ബ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഏകദേശം നിങ്ങൾക്ക് ആ ഒരു പിക്ചർ ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടല്ലോ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിതാ ഇതേപോലെ എൻ്റെ എത്തി നിർത്തരുത്. ഇങ്ങനെ കണ്ടോ, ഈ ഒരു എൻഡ് ഇവിടെ നിൽക്കും, പിന്നെ ഇത് ഇങ്ങോട്ട് ജോയിൻ്റ് ആവില്ല. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ
അടുത്തത് ജോയിൻ ചെയ്യേണ്ടത്. കണ്ടോ? അപ്പോൾ കറക്റ്റായിട്ട് ജോയിൻ്റ് ആവില്ലെങ്കിൽ അതങ്ങ് പുറത്തോട്ട് വരുന്ന വിധത്തിൽ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഫുൾ കാർഡ്ബോർഡ് പീസ് നമ്മൾ വരച്ചെടുക്കണം. ഇനി കോർണേഴ്സ് വരുമ്പോൾ ജസ്റ്റ് നമ്മൾ കോർണറിൽ ഒരു ഡിസൈൻ, ഒരു ബോർഡർ ഡിസൈൻ പോലെ കൊടുക്കുകയാണ്. സൈഡുകളിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിനും സെൻറ്ററിൽ ജസ്റ്റ് കോർണർ കൊടുക്കുകയാണ്. ഓരോ ഫ്ലവറുകളുടെയും ഇടയിൽ കുറച്ച് ഗ്യാപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ വരച്ചു കൊടുക്കുകയാണ്. എല്ലാ ഫ്ലവറുകളുടെയും വരച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലവറുകളുടെ ആ ഒരു മിഡിൽ പോർഷൻ വരുന്നുണ്ടല്ലോ, അവിടെ നമ്മൾ 2 ഫ്ലവറുകൾ നമ്മൾ ജോയിൻ്റ് ആവുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മാർക്കർ ഇല്ലെങ്കിൽ നമുക്ക് സ്കെച്ച് പെൻ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റ് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ ഫ്ലവറുകളുടെയും ഇതേപോലെ സെൻറ്റർ ഭാഗം വരുന്നിടത്ത് നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മളിതാ ഇതിനെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ ബോർഡർ ലൈനിൽ ഇതേപോലെ നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ബോർഡർ എങ്ങനെയാണെന്ന് ഡിസൈഡ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക ബ്ലാക്ക് കളേഴ്സ്. ഞാനിപ്പോൾ ഈ കോർണറിൽ 2 ബ്ലാക്കും അതുപോലെ തന്നെ സൈഡുകളിൽ 2 ബ്ലാക്കും ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അത് ജസ്റ്റ് എവിടെയാണ് വേണ്ടെങ്കിൽ ഇപ്പോൾ ഇതേപോലെ തോന്നുന്നു 2 ഭാഗങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ബ്ലാക്ക് കൊടുത്തു. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ബ്ലാക്ക് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ സെൻറ്ററുകളിൽ ട്രയാങ്കിൾ പീസുകൾ വരച്ചില്ലേ, ഈ ട്രയാങ്കിൾ പീസുകളെല്ലാം അത് നമ്മൾ ബ്ലാക്ക് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫ്ലവർ അല്ല, നമ്മൾ ഇടയിൽ ലാസ്റ്റ് വരച്ച ട്രയാങ്കിൾസ് എല്ലാതും ഫില്ല് ചെയ്ത് കണ്ടോ. അപ്പം ഇതേപോലെ നമ്മൾ എല്ലാ ട്രയാങ്കിൾസും ബ്ലാക്ക് കളർ കൊടുത്തു. ഇനി നമുക്ക് ഡോട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ അതിനൊന്ന് മൊഞ്ചാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സെൻറ്ററിൽ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ടൊരു മണ്ടാല ആട്ടം കൂടെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അടുത്ത ലൈനിൽ വരുന്ന ട്രയാങ്കിൾസിൽ നമ്മൾ ഓറഞ്ച് കൊടുത്തു. പിന്നെ അടുത്ത റൗണ്ടിൽ വരുന്ന ട്രയാങ്കിൾസിൽ നമ്മൾ യെല്ലോ കൊടുത്തു. എഗെയിൻ നമ്മൾ നെക്സ്റ്റ് ലൈനിൽ വരുന്നിടത്ത് ഓറഞ്ച് കൊടുത്തു. അങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ ട്രയാങ്കിൾസിലാണ് കൊടുക്കുന്നത്, ബാക്കി ഒന്നിലും നമ്മൾ കൊടുക്കുന്നില്ല. ട്രയാങ്കിൾസിൽ നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ബ്ലാക്ക് കളറിലാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് യെല്ലോ ആൻഡ് ഓറഞ്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന കളറിനനുസരിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ. എല്ലാ അതിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോർഡറിൽ കൊടുത്തിട്ടുള്ള നമ്മൾ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുത്തില്ലേ, അവിടെ എല്ലാം കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തോടത്തൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുകയാണ്. ഇനി അതിനുശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ ഡോട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓറഞ്ച് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ട്രയാങ്കിൾ പീസ്, അതായത് ബ്ലാക്കുമ്പോൾ നമ്മൾ ഓറഞ്ചാണ് കൊടുത്തെങ്കിൽ അതിൻ്റെ ലൈന് നമ്മൾ ഓറഞ്ച് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പുമ്പോൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. തുടക്കത്തിൽ വലിയ ഡോട്ടും പിന്നെ ചെറിയ ഡോട്ടും കേട്ടോ. ഓറഞ്ച് ആയതുകൊണ്ട് അത്ര വിസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ യെല്ലോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇതാ കണ്ടോ, ഇതേപോലെ ചെറുതായി വരണം. കണ്ടോ, വലുതിൽ തുടങ്ങി ചെറുതായി വരണം. ഈ ഒരു സൈഡിൽ നിന്ന് കൊടുക്കുക, പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് കൊടുക്കാം. മനസ്സിലായല്ലോ? സ്റ്റാർട്ടിങ്ങിൽ വലുതായിരിക്കണം. ഈ സൈഡിലും അത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വലിയ ഡോട്ട്, അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തു കേട്ടോ. അപ്പോൾ ഓറഞ്ച് ട്രയാങ്കിളിൻ്റെ ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഓറഞ്ച് കളറും അതുപോലെ തന്നെ യെല്ലോയ്ക്ക് യെല്ലോയും കേട്ടോ. അതുപോലെ ഈ സെൻറ്ററിലും നമ്മൾ യെല്ലോ കൊടുത്ത് ഈ ആ ഒരു ക്രോസ് ലൈൻസും കോർണർ ടു കോർണർ ലൈൻസും ഉണ്ടായിരുന്നില്ലേ, അത് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി ഇതിനൊന്നും കൂടെ ഒന്ന് എംബോസ് ചെയ്ത് നിൽക്കാൻ, കളറുകളെ എംബോസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ കളറുകളിൽ എല്ലാത്തിലും നമ്മൾ വൈറ്റ് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഡോട്ട് കൊടുത്തില്ലേ നമ്മൾ, ആ ഡോട്ട് കൊടുത്തൊക്കെ നമ്മൾ വൈറ്റ് കൊടുക്കുകയാണ് കേട്ടോ. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഡോട്ട് കൊടുത്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൽ ആ ഒരു ഡോട്ട്സ് ഉണ്ടല്ലോ, അതിനേക്കാളും ചെറിയ എന്തെങ്കിലും ഇതെടുത്തിട്ട് വേണം ഡോട്ട്സ് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം കൊടുത്ത ഡോട്ടിനേക്കാളും കുറച്ച് ചെറുതായിട്ട് നിൽക്കണം. അപ്പോൾ ഒരു കളറിൻ്റെ ഉള്ളിൽ വേറൊരു കളർ വന്ന പോലെ ഇരിക്കും. അപ്പോൾ എല്ലാ ഡോട്ടുകളുടെ ഉള്ളിൽ നമ്മൾ കൊടുക്കണം കേട്ടോ. അതായത് നമ്മൾ ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഡോട്ട് കൊടുത്തില്ല, അപ്പോൾ അവിടെയൊക്കെ കൊടുക്കണം. അപ്പോൾ അതൊരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ നമ്മുടെ കളർ അത്ര എടുത്തറിയില്ല. അപ്പോൾ ഈ വൈറ്റും കൂടെ കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ വൈറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് ഒരു വ്യത്യാസം വരുന്നത് പിക്ചറിൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരേ സൈസ് ആവരുത് ഒരിക്കലും. ആദ്യം കൊടുത്ത കളറിൻ്റെ അതേ സൈസ് ഡോട്ട് ആവരുത്, അതിനേക്കാളും ചെറുതായിരിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ കളറ് യെല്ലോയും ഓറഞ്ചും മാറിയിട്ട് വൈറ്റ് ഡോട്ട് മാത്രമായിട്ട് മാറും. അപ്പോൾ അതാവരുത്. അപ്പോൾ ആദ്യം യെല്ലോ ഡോട്ട് കൊടുത്തതിനേക്കാളും ചെറിയൊരു നീഡിൽ എന്തെങ്കിലും ഇപ്പോൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് എല്ലാത്തിലും ഡോട്ട്സ് കൊടുക്കണം. അതായത് നമ്മുടെ ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഈ ഒരു ഡോട്ടുകളും അതുപോലെ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഡോട്ടുകളും, അതായത് നമ്മൾ ഓറഞ്ച് കളറും യെല്ലോ കളറും കൊടുത്തില്ല, അവിടെയൊക്കെ നമ്മൾ ഈ വൈറ്റ് കളർ കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ വർക്ക് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നമ്മൾ എടുത്തിട്ടുണ്ട്.
അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് വാർണിഷ് ചെയ്യാം. നന്നായിട്ട് കളറൊക്കെ ഉണങ്ങിയതിന് ശേഷം വാർണിഷ് ചെയ്യാം. വാർണിഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രെയിം ചെയ്ത് വാൾ ഡെക്കോറായിട്ട്, അടിപൊളി വാൾ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഉണങ്ങിയതിന് ശേഷം വാർണിഷൊക്കെ ചെയ്തിട്ട് വാൾ ഡെക്കോർ എങ്ങനെയാണ് ഫ്രെയിം ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അടുത്ത വീഡിയോകളിൽ കാണിച്ചു തരാം. നമുക്ക് ഒരുപാട് ഡെക്കോർ പീസസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു പ്ലസ് പോലത്തെ ഈ ഒരു ഡോട്ടിൽ നമ്മൾ വൈറ്റ് കളർ കൊടുക്കണം കേട്ടോ. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി, അപ്പോൾ അതും മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ വരയ്ക്കുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ. ഞാനപ്പോൾ വൈറ്റ് പേപ്പറിൽ പെട്ടെന്ന് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പേപ്പറുകളിൽ കാണിച്ചു തരാം കേട്ടോ, അങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ ചോദിച്ച നമ്മുടെ ഒരു മാളു എന്ന് പറഞ്ഞ കുട്ടിയാണ് ഇത് ചോദിച്ചിട്ടുള്ളത്, ജോമെട്രിക് ഫ്ലവർ ബെഡ് ചോദിച്ചത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ബെഡാണ് ഞാൻ കാണിച്ചത് ജോമെട്രിക്കിൽ. ഇനിയിപ്പോൾ ഇതിന് കൂടാതെ ഫുൾ കോമ്പസ് വെച്ചിട്ടുള്ള ജോമെട്രിക്ക് വേണമെങ്കിൽ അതും കാണിക്കാം കേട്ടോ. അതും വളരെ ഈസിയാണ്, കോമ്പസ് പെൻസിൽ ആൻഡ് കോമ്പസ് വെച്ചിട്ട് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ അതും നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. അപ്പോൾ ഇതൊരു നല്ലൊരു അട്രാക്റ്റീവ് പീസായിട്ട് എനിക്ക് തോന്നി വോൾ ഡെക്കോറായിട്ട് വെക്കാൻ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡിൽ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഇത് റെഡിയാക്കി വയ്ക്കുക. ഇതിനെ എങ്ങനെയാണ് ഇനി ഫ്രെയിം ചെയ്യുന്ന, വീട്ടിൽ ഈസി ആയിട്ട് ഫ്രെയിം ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് വോൾ ഡെക്കോറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതും അടുത്ത വീഡിയോയിൽ കാണിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.